അയ്യോ, പേരെന്താ? ഗവിയിൽ പോകുന്ന യാത്രയ്ക്കിടയിലാണ് കേട്ടോ ഞാൻ ഈ കുട്ടികളെ കാണുന്നത്. അതായത് കൊടും കാട്ടിനുള്ളിലാണ് ഞാൻ ഇവരെ കണ്ടത്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര പേടി പോലെ തോന്നിയിട്ട്. കാരണം ഒരു 4-5 കുട്ടികൾ ഈ കാടിൻ്റെ നടുക്കിൽ ഒരാളുടെ കയ്യിൽ വെട്ടുകത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവരെ കണ്ടപ്പോൾ നിർത്തിയില്ല. കാരണം വെട്ടുകത്തി കണ്ടപ്പോൾ എന്താവുമെന്ന് കരുതി. പിന്നീട് ഞങ്ങൾ റിവേഴ്സ് എടുത്ത് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഇവരുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് ഇവരായിട്ട് സംസാരിച്ചത്. ഇവരെ കോലൊക്കെ ഒരു മാതിരി ഉണ്ട് കേട്ടോ. അതായത് കുളിക്കാണ്ടും മുടിയൊന്നും വെട്ടാണ്ടും അങ്ങനെ ഒരു മാതിരി കോലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും കേട്ടോ. കാരണം പാവം പിള്ളേർ അവർക്ക് ആ കയ്യിലുള്ള ഞങ്ങൾ മാങ്ങയും കുറച്ച് നട്ട്സും അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇവരിങ്ങനെ കാട്ടിലുണ്ടാവും എന്നുള്ളതൊന്നും. അപ്പോൾ നമ്മളുള്ളത് അവർക്ക് കൊടുത്തിട്ടാ. ദേ ഈ കാണുന്നതാട്ടോ അവരെ വീട്. അതായത് ഒരു ടാർപ്പായ കെട്ടിയിട്ട് ചുറ്റിനും ഇങ്ങനെ ടാർപ്പായ കെട്ടിയ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഈ ചെക്ക് പോസ്റ്റിലുള്ള സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഇങ്ങനെ കുറേ പൊളിഞ്ഞ് കിടക്കണ് കുറേ കുട്ടികളുടെ ഡ്രസ്സുകൾ അങ്ങനെ ടാർപ്പായ കെട്ടിയൊരു സാധനം. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ ആദിവാസികൾ ഇങ്ങനെ ചെറിയൊരു ടാർപ്പായ കെട്ടി മുളവടി ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അവിടെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ കാട്ടാന വന്ന് ചവിട്ടി ഇതാക്കിയിട്ട് അവർ അപ്പുറത്തെ ഇതിലേക്ക് മാറ്റിയെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഇവരൊക്കെ ജീവിത രീതി ഇങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ കുട്ടികളായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദീപ്തി ടീച്ചറെ കുറിച്ചിട്ട്. അതായത് ഈ കുട്ടികളെ സഹായിക്കുന്ന ഒരു ദീപ്തി ടീച്ചറെ കുറിച്ചിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഇവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ്. കാരണം അവരുടെ ജീവിതം അങ്ങനെയാണ്.